ഒരു ബിരിയാണി ഉണ്ടാക്കുന്ന കാണിച്ചു തരട്ടെ. എന്നാൽ അതേ പിടിച്ചോ, ഒരു അടിപൊളി ബിരിയാണിയാണ്. ഇതുവരെ ആരും ഉണ്ടാക്കിയിട്ടുണ്ടാകില്ല ഇത്രയും സ്റ്റൈലിൽ, ഇത്രയും ടേസ്റ്റിൽ ഒരു വെറൈറ്റി ബിരിയാണിയാണ് കേട്ടോ. അതിനാദ്യം തന്നെ നമുക്ക് വേണ്ടത് മല്ലിയില വേണം, പുതിനയില വേണം മെയിനായിട്ട്. പിന്നെ ആവശ്യത്തിന് പച്ചമുളക് 4, 5, 6 പച്ചമുളക്, കുറച്ച് ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി, ഇത്രയും സാധനങ്ങൾ വേണം. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് അരച്ചെടുക്കണം, പേസ്റ്റ് ആക്കിയെടുക്കണം. ഭയങ്കര എളുപ്പം ഉണ്ടാക്കാം കേട്ടോ, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവേ. അങ്ങനെ ഞാനൊരു ചരുവത്തിലേക്ക്, ഒരു ബിരിയാണിയൊക്കെ ഉണ്ടാക്കുന്ന പോട്ടിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു, കുറച്ച് എണ്ണ ഒഴിച്ചു. ആവശ്യത്തിന് എണ്ണയും ആവശ്യത്തിന് നെയ്യും കൂടെ മിക്സ് ചെയ്ത് ഒഴിച്ചു. ഇനി അതിലേക്ക് നമുക്ക് ഒരു സവാള ഇട്ട് വറുത്തെടുക്കണം. ഇതൊക്കെ ഓപ്ഷനിലാണ് കേട്ടോ, സവാള വറുത്തിടൊന്നും ഇല്ലെങ്കിലും നല്ല ടേസ്റ്റാണ് ഈ ഒരു ബിരിയാണിക്ക്. നീലഗിരി ചിക്കൻ ബിരിയാണി എന്നാണ് ഇതിൻ്റെ പേര് തന്നെ കേട്ടോ, ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ ഈ സവാള നമുക്കൊന്ന് വറുത്ത് കോരണം. അത് നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. പെട്ടെന്ന് ഉണ്ടാക്കാം കേട്ടോ, ഒരു 10 മിനിറ്റ് പോലും വേണ്ട. ആ നേരം കൊണ്ട് നമ്മൾ അരി ഒന്ന് വെള്ളത്തിലിട്ടേക്കണേ. നമ്മളിതൊക്കെ സവാളയൊക്കെ വറുത്ത് കോരുന്ന സമയമുണ്ടല്ലോ, ആ സമയത്ത് എത്ര കപ്പ് അരിയാണോ വേണ്ടത് അതൊന്ന് വെള്ളത്തിലൊന്ന് കുതുക്കാനിട്ടേക്കണം. അണ്ടിപ്പരിപ്പും കിസ്മിസും വറുത്ത് കോരിയിട്ടുണ്ട്. ഇനി അതേ എണ്ണയുണ്ടോ, അതിലേക്കാണ് നമ്മൾ ബാക്കി ഇതെല്ലാം ഇട്ട് കൊടുക്കുന്നത്. അണ്ടിപ്പരിപ്പും കിസ്മിസും വറുത്ത് കോരി ഇനി ഇതിലേക്ക് തന്നെയാണ് നമ്മൾ ചിക്കനും ബാക്കി സ്പൈസസും ഒക്കെ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. സെയിം ഈ ഒരു ഗീയിലേക്ക് തന്നെയാണ്. കുറച്ച് പെരുംജീരകം ഇട്ടേ, 2-3 ഗ്രാമ്പൂ, എന്തൊക്കെ സ്പൈസസ് ഉണ്ടോ അതൊക്കെ ഇട്ടോളൂ കേട്ടോ. പിന്നെ മറ്റേ സ്റ്റാർ ഉണ്ടെങ്കിൽ അതിടാം, എല്ലാ സ്പൈസസും ഇട്ടോ. എന്നിട്ട് ചിക്കൻ ചെറിയ കഷ്ണങ്ങളാണ്, വലിയ കഷ്ണങ്ങളല്ല, ചെറിയ കഷ്ണങ്ങളാക്കിയ ചിക്കൻ നല്ല ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലതുപോലെ അങ്ങ് ഇളക്കി കൊടുക്കണേ. ആ നെയ്യ് എണ്ണയും ഒക്കെ ചിക്കനിലേക്കൊന്ന് നന്നായി പിടിക്കണം. എന്നിട്ട് ഇങ്ങനെ ഒരു കളർ മാറുമല്ലോ, അറിയാമല്ലോ, ചൂടാകുമ്പോഴത്തേക്കും ചിക്കൻ്റെ കളറൊന്ന് മാറ്റം വരും. അങ്ങനെ നല്ല ഫുള്ളിൽ വെക്കണേ. എന്നിട്ട് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്നത് എന്തൊക്കെയാണ് അരച്ചത്? മല്ലിയിലയുണ്ട്, പുതിനയിലയുണ്ട്, ഇഞ്ചിയുണ്ട്, വെളുത്തുള്ളിയുണ്ട്, പച്ചമുളകുണ്ട്. ഇത്രയും സാധനങ്ങൾ അരച്ച ആ പേസ്റ്റാണ്, അതങ്ങ് ചേർത്ത് കൊടുത്ത്. വേറെ നമ്മൾ വെള്ളം ഒന്നും ചേർക്കണില്ല, നന്നായിട്ടങ്ങ് ചേർക്കുക. ഇനി നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കണം. അപ്പം നമുക്ക് കുറച്ച് കളറിന് വേണ്ടിയിട്ട് ഒരു ഇച്ചിരി മുളക് പൊടി വേണമെങ്കിൽ ചേർത്താൽ മതി, പച്ചമുളകിൻ്റെ എരിവ് അനുസരിച്ചിട്ട് ചേർത്താൽ മതി കേട്ടോ, നിർബന്ധമൊന്നുമില്ല. ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ചേർത്തത്, 1 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത്, ഒത്തിരി മഞ്ഞൾപ്പൊടി ചേർത്താൽ അതിൻ്റെ എക്സാക്റ്റ് കളർ അങ്ങ് പോകും. ഒരു 1/4 ടീസ്പൂണിന് താഴെ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് അങ്ങ് അടച്ച് വെച്ചു. ഒരു പകുതി വേവായി കഴിയുമ്പോൾ നമ്മൾ ആ സവാള വറുത്ത് വെച്ചിട്ടില്ലേ, സവാള വറുത്തതിൻ്റെ ഒരു പകുതി സവാളയും കൂടെ അങ്ങ് ചേർത്ത് കൊടുത്തേ. എന്നിട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് വറ്റിച്ചെടുക്കണം. അതേ സമയത്ത് നമ്മൾ അപ്പുറത്ത് പാൻ വെക്കുക, അതിലേക്ക് വെള്ളം ആവശ്യത്തിന് ഒഴിക്കുക, സ്പൈസസ് എല്ലാം ഇട്ട് കൊടുക്കുക, പട്ട, ഗ്രാമ്പൂ, ഏലക്ക ഒക്കെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്ന അരി ഒരു അരമണിക്കൂറൊക്കെ കുതിർത്തിട്ടുണ്ടാവും. 2 ഗ്ലാസ് അരി ഞാൻ എടുത്തിട്ടുണ്ട്. 2 ഗ്ലാസ് അരിക്ക് ഞാൻ 1 കിലോ ചിക്കൻ എടുത്തത് കേട്ടോ, 1 കിലോ ചെറിയ പീസാക്കിയത്. കുറച്ച് നെയ്യൂടെ ഒഴിച്ചു കൊടുത്തു വെള്ളത്തിലേക്ക്. നെയ്യും കൂടെ ഒഴിച്ചിട്ട് വേണം അരിയൊക്കെ ഒന്ന് വിട്ടാൻ വേണ്ടിയിട്ടാണ്. വേണമെങ്കിൽ ലെമൺ ജ്യൂസും കൂടെ ചേർക്കാം കേട്ടോ, ഒരു പകുതി ലെമൺ ജ്യൂസും വേണം ചേർക്കാം. എന്നിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കുക. വേണമെങ്കിൽ വേവിച്ച് ഊറ്റിയെടുക്കാം, അല്ലെങ്കിൽ വെള്ളം വറ്റിച്ചും എടുക്കാം. അതൊക്കെ എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല. സാധാരണ നിങ്ങൾ എങ്ങനെയാണോ ബിരിയാണി വെക്കുന്നത് അതേ സ്റ്റൈലിൽ വെച്ചോളുക. ഇനി ഈ ചിക്കൻ വെന്ത് വറ്റി വരുമ്പോൾ നമ്മൾ കുറച്ച് തൈരുണ്ടല്ലോ, പുളി കുറഞ്ഞ തൈര് ചേർക്കണേ. ഒത്തിരി പുളിയുള്ള തൈര് ചേർക്കല്, കുറച്ച് പുളി കുറഞ്ഞ തൈര് ചേർക്കുക. അതൊരു 1/2 കപ്പോളം ഞാൻ ചേർത്തിട്ടുണ്ട് കേട്ടോ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതും ചേർത്ത് വേണം വറ്റിച്ചെടുക്കാനായിട്ട്. ലാസ്റ്റ് വറ്റാറാകുമ്പോഴാണ് തൈര് ചേർക്കുന്നത് കേട്ടോ, ആദ്യം ചേർക്കണ്ട, ലാസ്റ്റ് ഇതുപോലെ വറ്റി വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ ചോറും വെന്തിട്ടുണ്ട്, റൈസെല്ലാം വെന്ത് റെഡിയായിരിക്കുകയാണ്. ഈ ചിക്കൻ്റെ മേളിലേക്ക് ആ റൈസ് സെറ്റ് ചെയ്തോളുക. ഞാൻ കുറച്ച് ചിക്കൻ എടുത്ത് മാറ്റി വെച്ചുവേ. എന്നിട്ട് ഒരു ലെയർ ചിക്കൻ സെറ്റ് ചെയ്തിട്ട് ബാക്കി അടുത്ത ലെയർ റൈസ് സെറ്റ് ചെയ്യുക. അത് കഴിഞ്ഞ് വീണ്ടും ചിക്കൻ സെറ്റ് ചെയ്യുക, റൈസ് സെറ്റ് ചെയ്യുക. അതിനിടയ്ക്ക് നമ്മുടെ വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും കിസ്മിസും ഒക്കെ ചേർത്ത്, സവാള വറുത്ത് വെച്ചിട്ടുണ്ടല്ലോ അതും ഒക്കെ ചേർത്ത് എല്ലാം പല പല ലെയറുകളായി എല്ലാം ചേർത്തോളുക. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയേ, വേറൊരു മസാലയും ചേർത്തിട്ടില്ല ഈ ബിരിയാണിക്കകത്ത്. പക്ഷേ ഒന്ന് കഴിക്കണം കേട്ടോ, അപാര ടേസ്റ്റാണ്, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ടേസ്റ്റാണ്.
എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. കുറച്ച് മല്ലിയിലയും പുതിനയിലയും വാങ്ങിക്കേണ്ടത്, ബാക്കിയെല്ലാം നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ള കാര്യങ്ങളാണ്. ചിക്കനും വാങ്ങണം. ബാക്കി വളരെ എളുപ്പമല്ലേ, നിങ്ങൾ ഒന്ന് നോക്കിയിട്ട് തന്നെ മനസ്സിലായിട്ടുണ്ടാവില്ല. ഇത്രയും എളുപ്പത്തിലൊരു ബിരിയാണി ഉണ്ടാക്കുക. ഗസ്റ്റൊക്കെ വരുമ്പോഴത്തേക്കും ഭയങ്കര വെറൈറ്റിയാണ് കേട്ടോ. അപ്പോൾ അതാ നമ്മളൊന്ന് അടച്ച് വെച്ചിട്ടൊന്ന് ദം ചെയ്യുക. ഒരു 5 മിനിറ്റ് സിമ്മിൽ ദം ചെയ്ത് എടുത്ത് നല്ലപോലെ ആവി വന്ന് കഴിയുമ്പോഴത്തേക്കും മിക്സ് ചെയ്ത് എടുത്ത് കഴിച്ചോളുക. സൂപ്പർ ബിരിയാണിയാണ്, നീൽഗിരി ചിക്കൻ ബിരിയാണിയാണ്. അടിപൊളിയാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തൊന്ന് ഷെയർ ചെയ്യാനൊക്കെ ഒന്ന് ശ്രമിച്ചേക്കണേ. ഒന്ന് ഷെയർ ചെയ്തേക്കണം. സബ്സ്ക്രൈബ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ. അപ്പോൾ ഒരടുത്ത ഒരു അടിപൊളി വീഡിയോയുമായിട്ട് ഉടനെ വരും. സൂപ്പർ വീഡിയോ ആയിരിക്കും. എല്ലാം വെറൈറ്റി വീഡിയോകളാണ് ഇടുന്നത്, പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കണ്ട കേട്ടോ.